നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അത് കലിമയുടെ പുറന്തൊലി മാത്രമേ ഉള്ളൂ എന്നാ അവർ പറയുന്നത്. നിങ്ങൾ തരീഖത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ദർജ കുറച്ച് പൊന്തി, അപ്പൊ പിന്നെ നിങ്ങൾ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറിയിട്ട് അതിന്റെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നുള്ള അർത്ഥം മാറി. പിന്നെന്താ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്? അല്ലാഹു അല്ലാതെ ലക്ഷ്യമാക്കപ്പെടുന്നവനില്ല, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അങ്ങനെയെങ്കിൽ ചൊല്ലല്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി എത്തിയാൽ, നല്ല ദർജയിലെത്തിയാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഈ കാണുന്നതൊക്കെ, ഈ മരം, ഈ ബിൽഡിങ്, ഈ മൈക്ക, ഈ ലൈറ്റ്, അതെല്ലാം നിത്യയാണ്. ഉള്ളത് അല്ലാഹു മാത്രം. അതാണ് വഹദത്തുൽ വുജൂദ്. ആസ്തിക്യ ലോകത്തൊന്നേയുള്ളൂ, അത് അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിന്റെ അംശങ്ങളാണ്. അതാണല്ലോ കല്ലിലും കരടിലും പൂവിലും പൊരുളിലും ദൈവമിരിക്കുന്നു അല്ലേ? അതാ അദ്വൈതവാദം, അതാ ശങ്കരാചാര്യരുടെ അദ്വൈതം. ആ അദ്വൈതത്തിന് ഇസ്ലാമിന്റെ കുപ്പായമിട്ടതാണ് സൂഫിസം. തനിച്ച കുഫറിൽ ഏറ്റവും വലിയ കുഫറാണ് വഹദത്തുൽ വുജൂദ്. എല്ലാ തരീഖത്തും ചെന്നെത്തും വഹദത്തുൽ വുജൂദിലാണ്. പോയി കാഫറാകാൻ നിൽക്കണ്ട, ഖാജാനഗർ പോയിട്ട് കാഫറാകാൻ നിൽക്കണ്ട. ഓർമ്മ പുക്കിയോളി, അള്ളാന്റെ ദീനാണിത്. എത്ര ജനങ്ങളെയാണ് ഇവർ ഈ കുഫറിൽ കൊണ്ടുപോകുന്നത്? ആർക്കെങ്കിലും അറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. തുടക്കത്തിൽ അങ്ങനെയാണ്, എനിക്ക് ജല്ല ജലാലായ അല്ലാഹു മതി, എന്റെ കൽബിൽ അല്ലാഹ് 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 എന്നല്ലാതെ മറ്റൊന്നുമില്ല. ചോറ്, ചാറ്, ഭാര്യ, കുട്ടി ഒന്നുമില്ല, അല്ലാഹ് 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 അല്ലാഹ്. കുറെ കഴിഞ്ഞ ആ അല്ലാഹ് ഞാൻ തന്നെയല്ലേ എന്ന് തോന്നും. അതാണ് അനല്ലാഹ്. കണ്ടോ? ലക്ഷദ്വീപിലുള്ളൊരു തങ്ങള് ജദബിന്റെ ഹാലിച്ചല്ലേ റാത്തീബുണ്ട്. എന്താ റാത്തീബ്? നിങ്ങള് അനല്ലാഹ് ലാ യഅ്തരീനി ഫനാഉ, ഞാൻ തന്നെയാകുന്നു അല്ലാഹ്, എനിക്ക് നാശമില്ല. ഇതിനെക്കൊരു പറയൽ എന്താ അറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എടോ, മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്തൊരു ദീൻ അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പറയാ മെഴുകിന്റെ പല്ല് കൊണ്ട് ഇരുമ്പ് കടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ആ ജാതി വാർത്താനം ബെടായോ നിങ്ങൾ ആളുകളോട് പറയണ്ട. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതിന് എല്ലാവർക്കും മനസ്സിലാവുന്നതാ. ബിലാലിനും മനസ്സിലാകും, അബൂബക്കർ സിദ്ദീഖിനും മനസ്സിലാവും, ഉമർ ഫാറൂഖിനും മനസ്സിലാവും. എന്നിട്ട് പറയാ സമസ്തക്കാരെ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഈ തരീഖത്തിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്തിട്ട് ആളുകളെ കൊണ്ടുപോകുന്നത് തനിച്ച കുഫറിലേക്കാണ്. മനുഷ്യൻ അള്ളാഹുവിൽ ഫനാ പ്രാപിക്കുക, അള്ളാഹു അവനിൽ ഇറങ്ങുക, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ പോയി ലയിക്കുക, എന്നിട്ട് സ്വയം ദൈവമായി മാറുക. ഇങ്ങനെ സ്വയം ദൈവമായി ചമയാനുള്ള ആഗ്രഹമാണ് ആളുകളെ തരീഖത്തിലെത്താൻ പിശാച് ഉപയോഗപ്പെടുത്തുന്നത്. നാസൂത്ത് ലാഹൂത്തിൽ ലയിച്ചു എന്നാ പറയണത്. എന്തായാലേ? എന്താ നാസൂത്ത് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി, അത് ലാഹൂത്ത് ദൈവപ്രകൃതി കലർന്നിട്ട് ഒന്നാകും. അള്ളി മനുഷ്യന് ഒന്നാകുക. ഇപ്പൊ ഇവിടെ ഇവിടുത്തെ തരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് നമ്മളെ മരിച്ചുപോയ പന്താവൂർ സ്വാമി KV മുഹമ്മദ് മുസ്ലിയാർ പന്ത. സ്വാമിനാണ് ഞാൻ പറയല്, കാരണം അയാൾ മുഴുവൻ ആ ജാതി വർത്താനങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. തനിച്ച സ്വാമി തന്നെ. അയാള് പറയുന്നത്, അയാൾ അക്ബരിയ തരീഖത്തിൽ ആദ്യം മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ പറഞ്ഞത്തരേ, നിനക്ക് യോജിച്ചത് അക്ബരി തന്നെയാണ്. കാരണം എന്താ? അത് വഹദത്തുൽ വുജൂദിൻ്റെതല്ലേ. ഈ ബുക്കിൽ എഴുതിച്ചിരിക്കും, ഇവിടെ ഇറക്കിയ ബുക്കിലുള്ളതാ. അയാൾ എഴുതിയത് ഖിസിയ തരീഖത്തെ കുറിച്ച് അയാൾ എഴുതിയത്. എന്താ അക്ബരിയ തരീഖത്ത്? അക്ബരിയ തരീഖത്തിന്റെ ഖലീഫയായിരുന്ന ഫരീദ് ബാവ ഈരാറ്റുപേട്ടന്റെ അടുത്ത് പോയിട്ട് അയാള് എഴുതിയിട്ടുള്ള വഹദത്ത് മാലക്ക് വ്യാഖ്യാനം എഴുതി KVM പന്താവൂര്. വഹദത്ത് എന്ന ഒന്നാകൽ എന്താ? അള്ളീം മുരീദ് ഒന്നാകുക. ആദി ഒളീവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്ന് ളുഹൂറായി. അതാണ് വഹദത്ത് മാല. ആദി എന്ന് പറഞ്ഞാൽ അള്ളാഹു, അത് ഒളിവായി, ഒരു വെളിച്ചായിരുന്നു, പിന്നെ അത് വെളിവായി പുറത്തു വന്നു, അത് ആദമായി വന്നു. അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന്. കണ്ടോ? അമ്പിയായിട്ടും ഔലിയായിട്ടും ഒക്കെ വന്ന് അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് നബിയും അത് തന്നെയായിരുന്നു. എങ്ങനെയുണ്ട്? എടോ, ഇതല്ലേ അവതാരവാദം അല്ലേ? ധർമ്മം തകരുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോൾ സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും ഞാൻ സംഭവിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ അവതാരവാദത്തിന്റെ മറ്റൊരു വാക്കാണത്. ഹല്ലാജിന് എന്തിനാ കൊന്നത്? ഹല്ലാജ് ഹുലൂലുവാദക്കാരനായിരുന്നു, അവതാരവാദക്കാരനായിരുന്നു. ഹുലൂലുവാദത്തിലൂടെ എത്തിയത് വഹദത്തുൽ വുജൂദിലാണ്. ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അല്ലല്ലാതെ മറ്റൊന്നുമില്ല, മറ്റെല്ലാം അള്ളാഹുവിന്റെ പ്രകടന സ്ഥാനങ്ങൾ മാത്രമാകുന്നു. ഇത് ഹല്ലാജ് മാത്രല്ല, ഇബ്നു അറബി, ഈ മൻസൂറുൽ ഹല്ലാജ്, ഇബ്നുൽ ഫാരിൽ, ഇബ്നു സബഈൻ, അതുപോലെ തന്നെ അബ്ദുൽ കരീമുൽ ജിയാലി, ഇങ്ങനെ വഹദത്തുൽ വുജൂദിന്റെ എത്ര ശേഖന്മാരാ. ഇവരെയൊക്കെ പുകഴ്ത്തങ്ങളെ ഫത്വൽ മുഈൻ മുതൽക്ക്. ഇബ്നു അറബിയെ പുകഴ്ത്തുന്നു ഹൈത്തമിയാണ് ഈ സൂഫിസം
കേരളത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നതിന് കാരണമായത് അയാളുടെ തനിനിറം വലിച്ചു കയറേണ്ടതുണ്ട്. ഫതുൽ മുഈനിന്റെ കർത്താവായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഹൈത്തമി ഇബ്നു അറബി പച്ച കാഫറാണ്. അയാൾ കാഫറാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഉലമാക്കള്. ഷാഫിഈ പണ്ഡിതനായ ബുർഹാനുദ്ദീൻ അൽ ബിഖാഇ അന്നത്തെ 40 പണ്ഡിതന്മാരുടെ സർട്ടിഫിക്കറ്റ് സഹിതം, വെറുതെ പറഞ്ഞതല്ല, അയാളുടെ പുസ്തകങ്ങൾ വ്യക്തമായി പരിശോധിച്ചിട്ട് ഇത് തനിച്ച കുഫറാണെന്ന് പറഞ്ഞിട്ട് അയാൾ കാഫറാണെന്ന് ഫത്വ ഇറക്കി. എന്നിട്ടും സമസ്ത ഇന്ന് വരെ അക്ബരിയ തരീഖത്തിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ബുർഹാനുദ്ദീൻ അൽ ബിഖാഇയുടെ 40 ഉലമാക്കളുടെ സർട്ടിഫിക്കറ്റ് സഹിതമുള്ള പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? തംബീഹുൽ ഗബി ഇലാ തക്ഫീർ ഇബ്നു അറബി, ഇബ്നു അറബി കാഫിറാണെന്ന് പറയും വിവരമില്ലാത്തവരെ ഉണർത്തുന്ന പുസ്തകം സൗദി അറേബ്യ അവരെ ദാറുൽ ഇഫ്ത അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. മസ്റഉ തസവ്വുഫ്, തസവ്വുഫിന്റെ പതനം എന്ന പേരിൽ. എന്താ വഹദത്തുൽ വജൂദ് നിങ്ങള് റിഫായി റാത്തീബിലുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പോ വാടാനപ്പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ അടുത്ത് റിഫായി റാത്തീബ് വാർഷികം. എന്തായാലും ഒക്കെ ഉള്ള റിഫായി റാത്തീബിൽ ഒരു ദിക്ർ എന്താ നിങ്ങള് 303 വട്ടം ചെല്ലേണ്ട ഒരു ദിക്ർ, ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത, ലാ അന ഞാനല്ല, ഇല്ല അന്ത അല്ലാഹുവേ നീ അല്ലാതെ അല്ല, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ, ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. കിർക്ക് എന്നുള്ളത് എന്തതിന് പറയാ? ഇതൊക്കെ കുഫർ അല്ലെങ്കിൽ വേറെ കുഫർ? ഇവനൊന്നും കാഫർ അല്ലെങ്കിൽ വേറെ കാഫർ? നിങ്ങൾ കേട്ടോ, ഇബ്നു അറബി പറയാണ് ഫമാഫിൽ വുജൂദ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആസ്തിക്ക ലോകത്തൊന്നുമില്ല. വലാ യഅരിഫുല്ലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മനസ്സിലാക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. വമിൻ ഹാദിഹിൽ ഹഖീഖത്തി, ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഖാലമൻ ഖാൽ, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞത് അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. വസുബ്ഹാനി, സുബ്ഹാനല്ലാഹ് എന്നല്ല, ഞാൻ എത്ര പരിശുദ്ധൻ. അബി യസീദ് അൽ ബിസ്താമി, അബു യസീദ് അൽ ബിസ്താമി എന്ന കിർക്കൻ പറഞ്ഞത് അതാണ്. ഇത് കിർക്കല്ലാതെ വേറെന്താ? ഞാൻ അള്ളയാണ്. അള്ളാന്റെ ക്ഷമയാലോചിച്ചൊക്കെ നിങ്ങള്. ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ചെറിയ ഭാഗം, അവിടുത്തെ ഒരു ചെറിയ പുഴുവാണ് ഈ മനുഷ്യൻ. അവൻ പറയും ഞാൻ അള്ളയാണ്. അള്ളാന്റെ ക്ഷമ ഓനൊക്കെ ബാക്കിയാക്കുണ്ടല്ലോ. അള്ളാഹു എത്ര വിശാലതയുള്ളവനാണ്, എത്ര കാരുണ്യവാനാണ് ആലോചിച്ചോക്കള്. സൃഷ്ടാവും സൃഷ്ടിയും രണ്ടല്ല എന്ന അദ്വൈതമാണ് എല്ലാ തരീഖത്തുകളുടെ അടിസ്ഥാനം. അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അദ്വൈതവാദം കുഫർ അല്ലെങ്കിൽ വേറെ ഏതാ കുഫർ? കേട്ടോളിയും. ഫമൻ ഖാല ബിൽ ഇശ്ഫാഇ കാന മുശർരികാ വമൻ ഖാല ബിൽ ഇഫ്റാദി കാന മുവഹിദാ. ഫുസൂസുൽ ഹികം എന്ന് പറയുന്ന ഇബ്നു അറബി, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, വെറുതെ വരെ വിചാരിക്കേണ്ടതല്ല. എല്ലാ ചവറ് കിതാബുകൾ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ തനി നിങ്ങൾ നിഷേധിക്കുന്നതൊക്കെ, നിങ്ങൾ സാധാരണക്കാരൻ നിഷേധിക്കുന്നുണ്ട്. അസലി കിതാബ് കയ്യിൽ വെച്ചിട്ടാണ് സക്കരിയ സംസാരിക്കുന്നത്. ഫുതുഹാത്തുൽ മക്കിയയും ഫുസൂസുൽ ഹികമും എല്ലാം ഞങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ പറഞ്ഞിട്ട് ഞങ്ങള്, ഓർമ്മണ്ടോ? ഇല്ലെങ്കിൽ നീ കേട്ടോ, ആരെങ്കിലും സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണെന്ന് പറഞ്ഞാൽ അവനാണ് മുശ്രിക്ക്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണെന്ന് പറഞ്ഞാൽ അവനാണ് മുവഹിദ്. ചിലപ്പോൾ അടിമ സംശയം വേണ്ട റബ്ബായി മാറും. ചിലപ്പോൾ റബ്ബ് അബ്ദായി മാറും. എങ്ങനെയുണ്ട്? അതാണ് സൂഫിസം എന്ന് പറയുന്നത്. അള്ളാഹു ആയി മാറുക. ഈ അക്ബരിയ തരീഖത്ത് ഖാദിരിയ തരീഖത്തിന്റെ ഭാഗം തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഖാദിരിയനെ അവർ തള്ളിപ്പറയാത്ത അക്ബരിയും തള്ളിപ്പറഞ്ഞില്ല. ഇനി ആരാണ് വലിയ? ഇന്നൽ ആരിഫ, സൂഫി വലി എന്ന് പറഞ്ഞാൽ മൻ യറൽ ഹഖ അല്ലാഹ് ഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിനെ കാണാൻ സാധിക്കണം. ബൽ യറാഹു ഐന കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും സത്ത അള്ളാഹുവായി കാണണം. അപ്പൊ കല്ലിലൂടെയും ഏതിലൂടെയും നിങ്ങൾക്ക് അള്ളാഹിനെ സമീപിക്കാം. കാരണം എല്ലാം അള്ളാഹുവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വഹദത്തുൽ വുജൂദ് എവിടുന്ന് വന്നതാ? ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്നതാണ്. ഹൈന്ദവർ അദ്വൈതവാദത്തിന് കടന്നുകൂടിയതാണ്. മഅ്മൂനിന്റെ കാലത്ത് കുറെ ഗ്രീക്ക് ഫിലോസഫി ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു. അത് ആളുകൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നശിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ നാശം അവിടുന്ന് തുടങ്ങിയതാണ്. അല്ലേ? വ്യക്തമായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട്. ജലത് ഫീ തജല്ലിഹൽ വുജൂദ ലിനാദിരി, അള്ളാഹുവിന്റെ ദാത്തുൽ ഇലാഹിയ, ദൈവിക സത്ത അത് വെളിപ്പെട്ടു നോക്കുന്ന ആളുകൾക്ക്. ഫഫീ കുല്ലി മർഇയ്യിൻ അറാഅ ബിറുയതി, കാണപ്പെടുന്ന എല്ലാ വസ്തുവിലും ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് അതിനെ കാണുന്നുണ്ട്. ഫൈൻ ദുഅയത് കുന്തുൽ മുജീബ, ആ ദൈവിക സത്തയെ വിളിക്കപ്പെട്ടാൽ ഞാനായിരിക്കും ഉത്തരം കൊടുക്കുന്നത്. വൈൻ അകുൻ മുനാദൻ അജാബത്ത് മൻ ദഅാനി വലബ്ബതി, എന്നെ വിളിക്കപ്പെട്ടാലോ അത് ആ ദൈവിക സത്ത ഉത്തരം കൊടുക്കും. ഇവരെഴുതിയിട്ടുണ്ട് വഹദത്ത് മാലയിൽ. മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും, അള്ളാഹിനെ വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് ഉത്തരം ചെയ്യും. രണ്ടും ഒന്നാണ്. ഇനി അള്ളാഹിനെ സ്ത്രീന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആദം നബിയുടെ മുമ്പിൽ ഹവ്വാന്റെ രൂപത്തിൽ
കാമഭ്രാന്തന്മാരായിരുന്ന ഖൈസിന്റെയും ജമീലിന്റെയും, ഖൈസും ജമീലുമൊക്കെ ഈ പാട്ട് പാടി നടന്നിരുന്ന കവികളാണ്. ഖൈസിന്റെ കാമുകി ലുബന, ജമീലിന്റെ കാമുകി ബുസൈന, ഹുസൈറിന്റെ കാമുകി അസ്സ. അവരെ മുമ്പിലൊക്കെ കാമുകിമാരുടെ രൂപത്തിൽ അള്ളാഹു രക്ഷപ്പെടും. അവർക്ക് ശുഅറാഉൽ ഇഷ്ശാഖ് എന്നാ പറയാ. ഇവിടെ ഉണ്ട് ആഷിക്കീങ്ങൾ. ഇവിടെ ഇതിന് ബുക്കൻ ഇറക്കിയിട്ടുണ്ട് ആഷിക്ക്. എന്താണ് ഇഷ്ക് എന്ന് പറഞ്ഞാൽ? ആഷിഖുർ റസൂൽ. കണ്ടോ, ഇഷ്ക് എന്ന് പറഞ്ഞ ഒരാണും പെണ്ണും തമ്മിലുള്ള കാമത്തിൽ കലർന്ന സ്നേഹത്തിനാ പറയാ. എനിക്കെന്റെ കുട്ടിയോട് ഇഷ്കുണ്ട് എന്ന് പറയില്ല, അത് കാമം കലർന്നല്ലോ. മോളെ ചുംബിക്കുമ്പോ ഭാര്യയെ ചുംബിക്കും പോലെയാ. എന്ത് തോന്നിയാ സാഹിബ്, എനിക്ക് റസൂലിനോട് ഇഷ്കുണ്ട്. കാമാധിഷ്ഠിത സ്നേഹം. കാമുകന് പറയുന്ന പേരാണ് ആഷിക്ക്. മാഷൂക്ക്, ആഷിക്ക് എന്ന കാമുകനും കാമുകിയാണ്. അങ്ങനത്തെ ഇസ്ലാമിൽ മഹബത്താ ഉള്ളത്. അള്ളി റസൂലും പഠിപ്പിച്ചത് മഹബത്താണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് മഹബത്തുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റിക്കോളീൻ. റസൂലിനോട് വേണ്ടത് മഹബത്താണ്, ഇഷ്കല്ല. ഇഷ്ക് നിങ്ങൾ സൂഫികൾ ഉണ്ടാക്കിയ കാമത്തിൽ കലർന്നതാണ്, അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇബ്നുൽ ഫാരിൽ എന്ന് പറയുന്ന സൂഫി ഉണ്ടല്ലോ, കാമഗീതങ്ങൾ പാടി സ്ത്രീകളോടൊപ്പം ഡാൻസ് ആടിയിരുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു അസ്കലാനി ലിസാനുൽ മീസാന്റെ 4-ാം വാള്യത്തിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വഹദത്തുൽ വജൂദ് പോയി എവിടെ എത്തിയതരോ? ഇബ്നു അറബി പറയാണ്, അൽ ആരിഫുൽ മുകമ്മൽ, സമ്പൂർണത നേടിയ ഒരു ആരിഫ്, ഒരു സൂഫി എന്ന് പറഞ്ഞാൽ മൻ റഅ കുല്ല മഅബൂദിൻ മജലിൽ ഹഖി, എല്ലാ ആരാധ്യ വസ്തുവിലും അള്ളാഹുവിന്റെ വെളിപാട് കാണണം. യുഅബദു ഫീഹി, അതിലൂടെയാണ് അള്ളാഹു ആരാധിക്കപ്പെടുന്നത്. വലിദാലിക സമ്മൗഹു കുല്ലുഹും ഇലാഹൻ, അതുകൊണ്ടാണ് ആളുകൾ അതിനെയൊക്കെ ഇലാഹ് എന്ന് പറഞ്ഞത്. മഅസ്മിഹിൽ ഖാസി ബിഹജരിൻ ഔ ഷജരിൻ ഔ ഹയവാനിൻ ഔ കൗകബിൻ ഔ മലക്കിൻ. മലക്കെ ആയിരിക്കാം ആരാധിക്കുന്നത്, അതിലും അള്ളാന്റെ വെളിപാടുണ്ട്. ചിലപ്പോൾ നക്ഷത്ര ഗ്രഹങ്ങളോ ആയിരിക്കാം, അതിലും അള്ളാന്റെ വെളിപാടുണ്ട്. ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം, മരമായിരിക്കാം, കല്ലായിരിക്കാം, പക്ഷെ എല്ലാത്തിനും അള്ളാഹിനുണ്ട്. എങ്ങനെയുണ്ട്? നക്ഷത്രത്തെ പൂജിച്ച സാബി മതക്കാർ, ഈസാ നബി ആരാധിച്ച ക്രിസ്തീയ മതക്കാർ, പശുക്കുട്ടിയെ പൂജിച്ച യഹൂദ മതക്കാർ, വിഗ്രഹത്തെ പൂജിച്ച അബൂജഹൽ, എല്ലാവരും വാസ്തവത്തിൽ ആരാധിച്ച അള്ളാനെ തന്നെയാണ്. അതെല്ലാം അള്ളാഹുവിന്റെ അംശമാണ്. ഇന്നല്ലദീന അബദുൽ ഇജ്ല മാ അബദു ഗൈറല്ലാഹ്, പശുക്കുട്ടി ആരാധിച്ച ബനു ഇസ്രായേലുകൾ യഥാർത്ഥത്തിൽ ആരാധിച്ച അള്ളാഹുവിനെ തന്നെയാണ്. ബിംബാരാധന സത്യമാണെന്നാ പറയുന്നത്. ആസറിന്റെ ബിംബാരാധനയും ഇബ്രാഹിം നബിന്റെ തൗഹീദും, ബാപ്പാന്റെ ബിംബാരാധനയും മകന്റെ തൗഹീദും ഒന്നാണ്. മൂസാ നബിയുടെ തൗഹീദും നമ്രൂദിന്റെ തൗഹീദും ഒന്നാണെന്നാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം വലിയ കുഫ്റാണിത്. ചിലപ്പോൾ മുസ്ലിം പള്ളികൾ റുക്കൂ ചെയ്യുന്നവനായി നിനക്ക് കാണാം, പിന്നെ കുറെ കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കനീസകളിൽ നിരങ്ങുന്നവനായി എന്നെ കാണാം. ഇതാ കുന്തു ഫി ഹുക്മി ശരീഅത്തി ആസിയൻ, ശരീഅത്തിന്റെ വിധി അനുസരിച്ച് ഒരുപക്ഷെ ഞാൻ ധിക്കാരിയാണെന്ന് നിങ്ങൾ വിധി പറഞ്ഞേക്കും. ഫൈന്നീ ഫിൽ ഇൽമിൽ ഹഖീഖത്തി തായിഉ, പക്ഷേ ഹഖീഖത്തിന്റെ ഇൽമനുസരിച്ച് ഞാൻ അള്ളാഹ്ക്ക് അനുസരണം കാണിക്കുന്നവനാണ്. കണ്ടോ, ഇതുകൊണ്ടാ ഇബ്നു അറബി കാഫിറാണ്. ഇതൊക്കെ ഇബ്നു അറബി പറഞ്ഞതാ. ഇബ്നു അറബിയും ഇബ്നുൽ ഫാരിലും ഒക്കെ കാഫിറാണെന്ന് തീരുമാനിച്ച ഹല്ലാജിന് ഇസ്ലാമിക ഭരണകൂടം കുരിശിൽ തറച്ചിട്ട് പരസ്യമായിട്ട് ബഗ്ദാദിൽ വെച്ച് കൊന്നു. ഹിജറ 244. 254 ജനിച്ചത്, 309 കുരിശിലേറ്റപ്പെട്ടത്. എന്തുകൊണ്ടായിരുന്നു? ഖാലി ഇയാദിന്റെ അഷിഫ എന്ന ഗ്രന്ഥം എല്ലാവർക്കും പരിചയമുള്ള ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയാണ്, വാജ്മഅ ഫുഖഹാഹു ബഗ്ദാദ അയ്യാമൽ മുഖ്തദിരി മിനൽ മാലിക്കിയ്യ വഖാലി ഖുലാതിഹ അബു അംറിൽ മാലിക്കി അലാ ഖത്ലിൽ ഹല്ലാജി വസൽബിഹി. ബഗ്ദാദിലെ അന്ന് മാലിക്കി പണ്ഡിതന്മാരുടെ ഖാലിമാരുടെ സഭയാണുള്ളത്. ആ ഖാലിമാരെല്ലാവരും കൂടി ഇജ്മാ ആയി തീരുമാനിച്ചു, അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന അബു അംറുൽ മാലിക്കിയും ഹല്ലാജിനെ കൊല്ലാനും കുരിശിൽ തറച്ചു കൊല്ലാനും. എന്തിനലി ദഅവ ഇലാഹിയ, ഞാൻ എന്നിൽ അള്ളാഹു അവതരിച്ചിട്ടുണ്ട് അവൻ വാദിച്ചതിനാൽ. വൽ ഖൗലി ബിൽ ഹുലൂൽ, ഞാൻ ദൈവമാണ്, എന്നിൽ അള്ളാഹു ഇറങ്ങിയിട്ടുണ്ട്. വഖൗലി അനൽ ഹഖ്, ഞാനാകുന്നു സത്യസ്വരൂപനായ ദൈവം എന്ന് സ്വന്തം വാദിച്ചു. പ്രത്യക്ഷത്തിൽ ശരീഅത്ത് മുറുകെ പിടിച്ചിരുന്നു, നിസ്കാരമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ വലം യഖ്ബലു തൗബതഹു, എന്നിട്ടും അവനെ കുരിശിൽ തറച്ചു കൊന്നു. ഇസ്ലാമിക ഭരണകൂടം ഇവിടെ എത്ര എണ്ണത്തിനെ കൊല്ലും? ദൈവത്വം ബാധിക്കുന്ന എത്ര മുസ്ലിയാക്കന്മാരവിടെ ഉള്ളത്? അനൽ ഹക്ക് പറയുന്നത് ഞാൻ തന്നെയാകുന്നു അല്ലാഹ്. തനിച്ച സൂഫിസല്ലേ സുഹൃത്തുക്കളെ. എന്നിട്ട് ഹല്ലാജെ കൊന്നതിനെ പറ്റി ഇവർ എന്താ പറഞ്ഞറിയോ? മൊയ്യദ്ദിമാലന്റെ വ്യാഖ്യാനത്തെ മുസ്തഫൽ വൈസി പറയുന്ന ഹല്ലാജ് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായ ഷഹീദാണെന്നാ പറയുന്നത്. ഹല്ലാജെ കൊല്ലുന്ന അന്നു ഞാനുണ്ടെങ്കിൽ അപ്പോഴേ അവർക്ക് ഈ പിടിപ്പൻ ഞാനെന്നോ അവർ അദ്വൈതവാദിയായ കാളി മുഹമ്മദ് തട്ടിവിടുകയാണ്. മൊയ്തീഷയ്ക്ക് പറഞ്ഞത്രേ,
അദ്ദേഹം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലാജിനെ കൊല്ലുന്ന കാലത്ത് ഭരണകൂടത്തിന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് അനൽ ഹക്ക് വാദം ശരിയായ അവതാരവാദമാണ്. ഹല്ലാജ് തന്നെ തവാസീൻ എന്ന കൃതിയിൽ പറയുന്നത്, ഹല്ലാജിന്റെ ദീവാനൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അനമൻ അഹ്വ വമൻ അഹ്വ അന നഹ്നു റൂഹാനി ഹലൽന ബദല. ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നു അത് ഞാൻ തന്നെയാണ്, എന്നെ ആരിഷ്ടപ്പെടുന്നു അതും ഞാൻ തന്നെയാണ്. ഞങ്ങൾ രണ്ട് റൂഹാണ്, ഒരു തടിയാണ്, രണ്ടാത്മാവ് ഒരു ശരീരത്തിൽ ഇറങ്ങിയതാണ്. വൈദ അബ്സർതനി അബ്സർതഹു, നീ എന്നെ കണ്ടാൽ അവനെ കണ്ടു. വൈദ അബ്സർതഹു അബ്സർതന, അവനെ കണ്ടാൽ എന്നെ കണ്ടു. മാഫിൽ ജുബ്ബത്തി ഇല്ലത്, ഈ ജുബ്ബയിലുള്ള അല്ല തന്നെയാണ്. എങ്ങനെയുണ്ട്? ഈ രൂപത്തിൽ തനിച്ച കുഫറ പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ 51-ാം പേജിൽ ഹല്ലാജ് എന്ന കാഫിർ പറയാണ്, അനൽ ഹഖ് വസാഹിബി വഉസ്താദി ഇബ്ലീസ് വഫിർഔൻ, ഞാനാണ് അല്ലാഹ്, എന്റെ കൂട്ടുകാരനും എന്റെ ഉസ്താദും ഇബ്ലീസും ഫിർഔനുമാണ്. അവളൊന്ന് ന്യായീകരിക്കാനല്ല, ഞങ്ങൾക്കൊന്ന് കേൾക്കണം. നിങ്ങൾ മെഴുകിന്റെ വല്ലുകൊണ്ട് ഇരുമ്പ് കടിച്ചൊട്ടിക്കെന്ന് പറഞ്ഞ് ബഡായി ഒന്നും പറയാൻ നിൽക്കണ്ട. സാധാരണക്കാർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുങ്ങൾ. ഹല്ലാജിന്റെ വാദങ്ങളെ ന്യായീകരിച്ച ആളാണ് ഗസാലി. മനസ്സിലായില്ലേ? ഹല്ലാജ് രക്തസാക്ഷിയാക്കിയവരാ സമസ്തക്കാര്. ഇസ്ലാമിക കോടതി എന്തിനാണ് തൂക്കിക്കൊന്നത്, കുരിശിൽ തറച്ചു കൊന്നത്? മനസ്സിലാക്കണം. ഇനി കേട്ടോ, മുഹമ്മദ് ബഹാഉദ്ദീൻ എന്ന സൂഫി പറയാണ്, വമൽ കൽബു വൽ ഖിൻസീർ ഇല്ലാ ഇലാഹന, നായയും പന്നിയും ഒക്കെ നമ്മളെ ഇലാഹാണ്. വമല്ലാഹു ഇല്ലാ റാഹിബുൻ ഫിൽ കനീസത്തി, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ചർച്ചിലിരിക്കുന്ന ഒരു പുരോഹിതൻ മാത്രമാണ്. നഫഹാത്തുൽ അഖ്സദിയയിൽ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ മുസ്ലിം ലോകം വിശ്വസിക്കുന്ന അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമല്ല ഈ ഖൗമിനുള്ളത്. ഇവർ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം, ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം, ഇതെല്ലാം ഇതുപോലെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്.